Always happy. എപ്പോഴും ഹാപ്പിയാണ്. നമ്മൾ ഹാപ്പിനെസ് വിടേണ്ട കാര്യം കണ്ടോൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും അൺഹാപ്പി ആവുമോ? വി ആൾവേസ് ഹാപ്പി. ഒന്ന് കുറച്ച് സൈഡിൽ ഇതിൻ്റെ ഇപ്പോൾ അന്ന് തീരുമാനിച്ചു. ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയ വിഷയം നാളല്ല മറ്റന്നാൾ. അല്ല, അത് രാവിലെ സംസാരിച്ചതിന്റെ ബാക്കിയാണ്. അല്ല, എന്തിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ പ്രശ്നപ്പെട്ട് തീർന്നില്ലേ? ഇതെന്തിപ്പോ ഇത് എന്തിനും പ്രശ്നം പരിഹരിക്കപ്പെടും. വ്യക്തിപരമായ തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റില്ല. അതെന്റെ വ്യക്തിപരമായ കാര്യമില്ലല്ലോ, അതൊരു പാർട്ടിയുടെ കാര്യമാണ്. അപ്പൊ ആ പാർട്ടിയുടെ കാര്യത്തിന് പാർട്ടിയുടെ തീരുമാനം സ്റ്റേറ്റ് കമ്മിറ്റി കൂടി നാഷണൽ കമ്മിറ്റിയോട് സംസാരിച്ചിട്ടല്ലേ എടുക്കാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി അൻവർ തീരുമാനിക്കേണ്ടതെന്ന് അൻവറിന് ഇരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇല്ല ഇല്ല, അത് ഞങ്ങൾ യുനാനിമസ് ആയിട്ട് പാർട്ടി ലീഡർഷിപ്പുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടാവും. എന്തിന്റെ ആനുകൂല്യം? അല്ല, അത് ആരെയും വ്യക്തമാക്കണം എന്നല്ല ആലോചിക്കാന്ന്. എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ വസ്തുതകളാണ് പറഞ്ഞത്. എങ്ങനെ? അല്ല, ബസ്സിൽ പുറത്തു നിന്നാലും വാഹനത്തിന്റെ പുറത്തിരുന്നാലും ഡോറിൽ നിന്നാലും ബസ്സിന്റെ ബാക്കിലെ കോണിയിൽ നിന്നാലും ലക്ഷ്യത്തിലെത്തൂലേ? ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ അതെല്ലാം പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രോബ്ലം സോൾവ് ആവുന്നില്ല. പിന്നെ എന്താ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തത്? അല്ല, അങ്ങനെ തീരുമാനിച്ചാൽ നല്ല മഴയല്ലേ. ഇപ്പൊ കോണിമ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വേനലൊക്കെ അല്ല, അതാണല്ലോ ബസ്സിലെ കോണി എന്ന് പറഞ്ഞത്. അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സമയത്തും ഇങ്ങനെ എന്താ പറയാ, നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ് അസന്തോഷമാവണം, അൺഹാപ്പി ആവേണ്ട കാര്യം? നമ്മുടെ ഹെൽത്തിനും കൂടി ബാധിക്കൂലേ? ഓരോ ഘട്ടത്തിൽ തോന്നി നമ്മൾ ചിലപ്പോൾ എല്ലാതും ചിന്തിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ മുഖത്ത് എന്താ പറയാ അങ്ങനെ ഭാവവ്യത്യാസം ഉണ്ടാവും. അത് അൺഹാപ്പി ആവുന്ന പ്രശ്നവും ഇല്ല. അങ്ങനെ ആരും വിചാരിക്കും വേണ്ട. ഐ ആം ഓൾവേസ് പോസിറ്റീവ്. ഓൾവേസ് ഐ ആം ഓൾവേസ് പോസിറ്റീവ്. ഏതെന്ത് നിലപാട്? അല്ല, അത് പാർട്ടി കമ്മിറ്റി കൂട്ടിയിട്ട് തീരുമാനിക്കുന്നു. എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പ്രശ്നം തുടങ്ങിയിട്ടില്ലല്ലോ. തീരണമെങ്കിൽ എവിടെ പ്രശ്നം തുടങ്ങിയത്? എന്ത് പ്രശ്നം തുടങ്ങിയത്? ഒരു പ്രശ്നമില്ല. അതെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഔദ്യോഗികമായ സംസാരം പരസ്യപ്രതികരണമല്ലാതെ ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വമായി ഇത്തരം കാര്യം സംസാരിച്ചു. കോൺഗ്രസ് നേതൃത്വം പലരും വന്ന് പോയത് നിങ്ങൾ തന്നെ കണ്ടല്ലോ. അതല്ലാതെ വി ഡി സതീശൻ ആ നിലയ്ക്കുള്ള നേതൃത്വമായി സംസാരിച്ചിരുന്നു. ആ നിരക്ക് എന്ന് പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റുമായിട്ട് ഞാൻ 2 ദിവസം മുമ്പ് സംസാരിച്ചു. കുഴപ്പമില്ല. ഞാൻ ഡിസൈഡ് പോയിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളും വളരെ ഫ്രൂട്ട്ഫുള്ളാണ്. ഇന്ന് വരെ അദ്ദേഹമായിട്ട് രാഷ്ട്രീയം ഡിസ്കസ് ചെയ്തിട്ട് ഒരു അൺഹാപ്പി ആവേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഇങ്ങനെ കരുതിയാലും കുഴപ്പമില്ല. ഒരാളെ കരുതുന്നത് വേറൊരാൾക്കെന്ന് ചെയ്യാൻ പറ്റുമോ? കോഴിക്കോട് 2-ാം തീയതി ചേർന്ന UDF യോഗത്തിൽ താങ്കളോട് സഹകരിപ്പിക്കാൻ തീരുമാനം വന്നതാണ്. പക്ഷെ പിന്നീട് അതിന്റെ പ്രഖ്യാപനമൊക്കെ ഉണ്ടാവും. താങ്കൾ അല്ല, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കോഴിക്കോടാണ് കഴിഞ്ഞു പോയത്. അല്ല, അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇപ്പോഴേ ഞങ്ങളൊക്കെ അറിയില്ല. അല്ല, അസോസിയേറ്റ് അംഗമാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലല്ലോ. ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അസോസിയേറ്റ് അംഗം കൂടി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ UDF-ന്റെ പാർട്ടല്ലല്ലോ. അല്ലല്ലോ. ആണോ? അത് പറ നിങ്ങള്. ഞാൻ ഇതുവരെ
ഞാൻ ഇതുവരെ ഈ തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ UDFന്റെ ഏതെങ്കിലും നിലക്കിൽ അസോസിയേറ്റോ അല്ലാതെയോ പാർട്ടായിട്ടുണ്ടോ? അങ്ങനെ ഡിക്ലറേഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഒന്നും വേണ്ടാത്തത്? ചോദ്യം മാത്രമേ ഉള്ളൂ. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അപ്പോ ഞാൻ UDFന്റെ പാർട്ടല്ലല്ലോ. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് UDF നടത്തുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയുന്നത് എന്താ തെറ്റ്? എന്താ അതിൽ തെറ്റ്? PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറോട് നിങ്ങൾ ചോദിക്കുകയാണ് UDF ഇങ്ങനെ സ്ഥാനാർത്ഥിയെ നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചാൽ ആ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, UDFന്റെ ഭാഗമാകുമ്പോൾ UDFന്റെ അഭിപ്രായം ആകണമല്ലോ. എനിക്കായിട്ടൊരു അഭിപ്രായം പറ്റില്ലല്ലോ. മിനിഞ്ഞാന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ UDFന്റെ പാർട്ടായിട്ടില്ല. PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറോട് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ് നിലമ്പൂരിൽ UDF നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അതിനെന്താ കുഴപ്പം? അല്ല, അതിനെന്താ കുഴപ്പമെന്ന്? അത്രേ ഉള്ളൂ. അല്ല, അത് പാർട്ടി കമ്മിറ്റി കൂടിയിട്ടല്ലേ. തൃണമൂലിന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓൺലൈനും ബാക്കിയുള്ള നമ്മളൊരു ചിന്ന പാർട്ടി സ്വാമി ചിന്ന പാർട്ടി താൻ സ്വാമി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചിന്ന പാർട്ടി എന്താ പറയുക, ഹോപ്പ്ഫുൾ. രണ്ട് ദിവസം തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ മത്സരിക്കുന്ന ഒരാൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് അപ്പൊ ആ തീരുമാനത്തിൽ തന്നെയാണ്. അല്ല, അതൊക്കെ കമ്മിറ്റി കൂടി ഈ മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിലൊരു അസ്വാഭാവികമായിട്ടുള്ളൊരു ഇതുണ്ടായിട്ടുണ്ടോ? ബോഡി ലാംഗ്വേജിൽ ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ട്. ഇരിക്കാൻ വേണ്ടി നമുക്ക് അല്ലെങ്കിൽ തമാശ ഒക്കെ പറയാം.